Hi dear friends, welcome to Happy Maths Hour. Happy Maths Hour എന്നതിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെട്രിസസിൽ നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി പഠിക്കുന്നതിന് മുന്നേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നന്നായി പഠിച്ചിരിക്കണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഡീറ്റെയിൽഡ് ആയിട്ട് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. Let A and B are two matrices. If AB and BA both defined, it is not necessary that AB is equal to BA. അതായത് നമ്മുടെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട്, എയും ബിയും. നമുക്ക് എ ബി എന്നുള്ള പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ബി എ എന്നുള്ള പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ എ ബിയും ബി എയും ഈക്വൽ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എ ബിയുടെയും ബി എയുടെയും ഓർഡർ പോലും ഡിഫറെന്റ് ആയിട്ട് വരാം. മനസ്സിലായോ? അതാണ് നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്റെ കയ്യിൽ ഒരു എ മെട്രിക്സ് ഉണ്ട്, ഓർഡർ 3/4. ഒരു ബി മെട്രിക്സ് ഉണ്ട്, ഓർഡർ 4/3. ഇവരെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. കാര്യം എന്താണ്? നമ്പർ ഓഫ് കോളംസ് ഓഫ് എയും നമ്പർ ഓഫ് റോസ് ഓഫ് ബിയും ഈക്വൽ ആണ്. സോ എ ബി എന്നുള്ള പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആണ്. എ ബിയുടെ ഓർഡർ നമുക്ക് എന്ത് കിട്ടും? 3/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ബി എ എടുക്കുവാണെങ്കിൽ എനിക്ക് ബി എ 4/3, എ 3/4. നോക്കിക്കേ, ഇവരെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. കാര്യം ബിയുടെ നമ്പർ ഓഫ് കോളംസും എയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. സോ ബി എ എന്നുള്ള പ്രൊഡക്റ്റും ഡിഫൈൻഡ് ആണ്. നോക്കിക്കേ, ബി എയുടെ ഓർഡർ നമുക്ക് 4/4 എന്നാണ് കിട്ടുക. കണ്ടോ, ഇവിടെ എ ബിയും ബിയും ഡിഫൈൻഡ് ആണ്, പക്ഷേ രണ്ടുപേരുടെ ഓർഡർ പോലും ഡിഫറെന്റ് ആണ്. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. എയുടെ ഓർഡർ 2/2, ബിയുടെ ഓർഡറും 2/2. ഇവിടെ നോക്കിക്കേ, പ്രൊഡക്റ്റ് എ ബി ഡിഫൈൻഡ് ആയിരിക്കുമല്ലോ. കാര്യം നമ്പർ ഓഫ് കോളംസ് ഓഫ് എയും നമ്പർ ഓഫ് റോസ് ഓഫ് ബിയും ഈക്വൽ ആണ്. സോ എ ബി ഡിഫൈൻഡ് ആണ്, അതിന്റെ ഓർഡർ നമുക്ക് 2/2 എന്ന് കിട്ടും. ഇനി നമ്മൾ ബി എ എന്നുള്ള പ്രൊഡക്റ്റ് ആണ് നോക്കുന്നത്. ബി 2/2, എയും 2/2. ഇവിടെ ബി എയും ഡിഫൈൻഡ് ആണ്, കാര്യം നമ്പർ ഓഫ് കോളംസ് ഓഫ് ബിയും നമ്പർ ഓഫ് റോസ് ഓഫ് എയും ഈക്വൽ ആണ്. സോ ബി എ എന്നുള്ള പ്രൊഡക്റ്റും ഡിഫൈൻഡ് ആണ്. ബി എയുടെ ഓർഡർ നമുക്ക് 2/2 എന്ന് കിട്ടും. ഇവിടെ എ ബിയും ബി എയും സെയിം ഓർഡറിൽ കിട്ടിയാൽ പോലും എ ബി മെട്രിക്സും ബി എ മെട്രിക്സും ഡിഫറെന്റ് ആയിരിക്കും. അത് ഈക്വൽ ആണെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? ഈക്വൽ ആയി വന്നേക്കാം, പക്ഷെ ഈക്വൽ ആണെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതാണ് നമ്മുടെ നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇഫ് മെട്രിക്സ് എ ഈക്വൽ ടു 1 2 3 4 ആൻഡ് മെട്രിക്സ് ബി ഈക്വൽ ടു 1 2 2 1, ഫൈൻഡ് എ ബി BA, show that AB not equal to BA. നമുക്ക് ആദ്യം എ ബി മെട്രിക്സ് കണ്ടുപിടിക്കാം. എ ബി മെട്രിക്സ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെക്ക് ചെയ്തിരിക്കണം? എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കണം. ആ കണ്ടീഷൻ ഒബേ ചെയ്യുന്നുണ്ടോ നോക്കണം. നമുക്ക് നോക്കാം. ഓർഡർ ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് എന്താണ്? 2/2. ഓക്കെ, ഇതൊരു 2/2 മെട്രിക്സ് അല്ലേ. ഇനി ഓർഡർ ഓഫ് മെട്രിക്സ് ബിയോ? ഓർഡർ ഓഫ് മെട്രിക്സ് ബിയും 2/2. Then number of columns of A equal to number of rows of B. Okay, it is possible to multiply A and B. Order of matrix C എന്ത് വരും? 2/2 എന്ന് തന്നെ വരും. സോ നമ്മൾ എന്താണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ സി മെട്രിക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സി മെട്രിക്സിന്റെ ജനറൽ ഫോം ഞാൻ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സി മെട്രിക്സ് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് C11 കണ്ടുപിടിക്കാം. എങ്ങനെയാ C11 കണ്ടുപിടിക്കുക? നമ്മുടെ എ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും ബി മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഞാൻ അവിടെ രണ്ട് ഡിഫറെന്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഗ്രീനിലും വയലറ്റിലും ആയിട്ട്. അപ്പൊ കറസ്പോണ്ടിങ് എലിമെന്റ്സ് എന്ത് വരും? 1 into 1 plus 2 into 2, that is equal to 1 plus 4, which is equal to 5. ഇനി C12 എങ്ങനെ കണ്ടുപിടിക്കാം? എ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും ബി മെട്രിക്സിന്റെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കറസ്പോണ്ടിങ് എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 1 into 2 plus 2 into 1. ആൻസർ എന്ത് വരും? 2 plus 2, which is equal to 4. ഇനി നമുക്ക് C21 കണ്ടുപിടിക്കാം. C21 കണ്ടുപിടിക്കണേ എ മെട്രിക്സിന്റെ സെക്കൻഡ് റോയും ബി മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. എങ്ങനെ വരും? 3 into 1 plus 4 into
2, which is equal to 3 plus 8, answer 11. ഇനി നമുക്ക് C22 കണ്ടുപിടിക്കാം. C22 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ A മെട്രിക്സിന്റെ സെക്കൻഡ് റോയും B മെട്രിക്സിന്റെ സെക്കൻഡ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. എങ്ങനെ ചെയ്യും? 3 into 2 plus 4 into 1. ആൻസർ എന്ത് വരും? 6 plus 4, which is equal to 10. ഇനി നമുക്ക് ആ C മെട്രിക്സ് ഒന്ന് എടുത്തെഴുതാം. നമുക്ക് ഓൾറെഡി അറിയാലോ C മെട്രിക്സിന്റെ ജനറൽ ഫോം എന്താണ്? C11, C12, C21, C22. ആൻസർ എങ്ങനെ വരും? 5, 4, 11, 10. ഇതാണ് C മെട്രിക്സിന്റെ ആൻസർ. ഇനി നമുക്ക് BA മെട്രിക്സ് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് BA മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. എന്താണ് മെട്രിക്സ് ബിയുടെ ഓർഡർ? 2 by 2. ഇനി മെട്രിക്സ് എയുടെ ഓർഡർ എന്താണ്? 2 by 2. സോ കണ്ടീഷൻ ഇവിടെ ഒബേ ചെയ്യും. കാര്യം എന്താണ്? ബിയുടെ നമ്പർ ഓഫ് കോളംസും എയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. സോ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണ് ഡി. ഡി എന്ന് പറഞ്ഞാൽ BA. ഈ ഡിയുടെ ഓർഡർ എന്ത് വരും? ഇവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 2 by 2. ഡി എന്ന് പറയുന്നത് ഒരു 2 by 2 മെട്രിക്സ് ആണ്. നമുക്കൊരു 2 by 2 മെട്രിക്സിന്റെ ജനറൽ ഫോം അറിയാം. നമ്മൾ ഇനി ഇതാ ഈ ഡി മെട്രിക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. D11 കണ്ടുപിടിക്കാം. D11 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ബി മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും, ബി മെട്രിക്സ് ആണ് കേട്ടോ ഇത്, ബി മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും എ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ദ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഞാൻ ഗ്രീനിലും യെല്ലോയിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നിങ്ങളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നോക്കണം. അപ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര ഈസി ആവും. ദ കറസ്പോണ്ടിങ് എലിമെന്റ്സ് എങ്ങനെ വരും? 1 into 1 plus 2 into 3. എന്താണ് ആൻസർ വരുന്നത്? 1 plus 6, which is equal to 7. ഇനി D12 എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ബി മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും എ മെട്രിക്സിന്റെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 into 2 plus 2 into 4. എങ്ങനെ വരും ആൻസർ? 2 plus 8, which is equal to 10. ഇനി D21 എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ബി മെട്രിക്സിന്റെ സെക്കൻഡ് റോയും അതുപോലെ എ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. കറസ്പോണ്ടിങ് എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്തേ. 2 into 1 plus 1 into 3. ആൻസർ എങ്ങനെ വരും? 2 plus 3, which is equal to 5. ഇനി D22 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ബി മെട്രിക്സിന്റെ സെക്കൻഡ് റോയും എ മെട്രിക്സിന്റെ സെക്കൻഡ് കോളവും തമ്മിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 2 into 2 plus 1 into 4. ആൻസർ എന്ത് വരും? 4 plus 4, which is equal to 8. ഇനി നമുക്ക് ഈ ഡി മെട്രിക്സ് ഒന്ന് എടുത്ത് എഴുതിയേക്കാം. നമുക്ക് ഡി മെട്രിക്സ് ജനറൽ ഫോം നമുക്ക് അറിയാലോ. D11, D12, D21, D22. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ നമുക്ക് എങ്ങനെ കിട്ടി? 7, 10, 5, 8. ഓക്കെ. ഇനി നമുക്ക് നോക്കാം എ ബിയും ബി എയും ഈക്വൽ ആണോ അല്ലയോ എന്ന്. നമുക്ക് കിട്ടിയ സി മെട്രിക്സും ഡി മെട്രിക്സും ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഇവിടെ സിയും ഡിയും ഈക്വൽ ആണോ? അല്ല. സി നോട്ട് ഈക്വൽ ടു ഡി. സി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി. അതുപോലെ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ബി എ. സോ എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്ന് നമുക്ക് കിട്ടി.